25,000 രൂപയിൽ താഴെ വാങ്ങാവുന്ന ഒരു മികച്ച സ്മാർട്ട് ഫോൺ ആണ് ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത്. മോട്ടോറോളയുടെ എഡ്ജ് 60 ഫ്യൂഷൻ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഈ ഒരു ഫോൺ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇതിനകത്ത് സിം കാർഡ് ഇട്ട് ഉപയോഗിച്ച് നോക്കി. ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ. ഈ ഒരു ഫോണിന്റെ കളർ കണ്ടോ? ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടിനും ഈ ഫോണിന്റെ കളർ ഏതാണ്ട് സെയിം ആണ്. കാണാൻ അതിമനോഹരമായിട്ടുള്ള നല്ല ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മോട്ടോറോളയുടെ 50 ഫ്യൂഷൻ ഫോൺ പോലെ തന്നെയുള്ള ഡിസൈൻ, അതായത് ഐഫോണൊക്കെ തുടർന്ന് വരുന്ന പോലുള്ള ഒരു ഡിസൈൻ ഐഡന്റിറ്റി മോട്ടോറോള ഫോണുകളും നിലനിർത്തുന്നതായിട്ട് കാണാം. മോട്ടോറോളയുടെ പുതിയ ഫോണുകളെല്ലാം ബോക്സിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ നല്ല മണമാണ്. ഒരു 2-3 ദിവസത്തേക്ക് എന്തായാലും ഈ ഒരു മണം നിൽക്കും. മോട്ടോറോള ഫോണുകളിൽ ഒരു വലിയ കുഴപ്പമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല ഫോണുകളാണ് പുറത്തിറക്കുന്നത്. പക്ഷേ നമ്മളത് വാങ്ങുന്നതിന് വേണ്ടി ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഈ പറയുന്ന ഫോൺ തന്നെ വളരെ കുറച്ച് പീസസേ അവർ വെക്കുന്നുള്ളൂ എന്ന് അറിയില്ല. സെയിൽ നടക്കുന്നു, അന്ന് സെയിൽ കഴിയുന്നു, പിന്നെ കിട്ടാനില്ല. ഈ പറയുന്ന 50 സീരീസോ ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് പലപ്പോഴും കാണിക്കുന്നുണ്ട്. ഈ ഒരു ഫോൺ തന്നെ ഞാൻ മേടിച്ചെടുത്ത പാട് എനിക്ക് അറിയാവും. നല്ല ഫോണുകളാണ്, പക്ഷേ വളരെ റെയർ ആയിട്ട് പലർക്കും ഈ ഒരു മോട്ടോറോള ഫോണുകൾ കിട്ടുന്നുള്ളൂ. അത് ഒരു പക്ഷേ ഡിമാൻഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്നറിയില്ല. എന്തായാലും അതിന്റെ ഒരു അവൈലബിലിറ്റി വളരെ കുറവാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഡിസൈൻ ഈ പറഞ്ഞ പോലെ അതിമനോഹരമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ബാക്കിൽ വീഗൻ ലെതറൊക്കെയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ബാക്ക് കണ്ടില്ല ഇതുപോലെ കർവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ പിടിക്കാൻ നല്ലൊരു സുഖമുണ്ട്. ഇൻ ഹാൻഡ് ഫീൽ കൊള്ളാം. ഈ ഫോണും ഒരു ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് ഫോണാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ സ്ക്രീൻ അനുഭവമൊക്കെ നമുക്ക് ലഭിക്കും. വളരെ തിൻ പ്രൊഫൈലാണ്, വളരെ തിന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. വളരെ വെയിറ്റും കുറവാണ്, 180 ഗ്രാം മറ്റേ ഒക്കെ ഉള്ളൂ. മിലിറ്ററി സ്റ്റാൻഡേർഡ് 810H സർട്ടിഫൈഡ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡ്യൂറബിലിറ്റി എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനുണ്ട്. എന്ത് തന്നെയാലും ഈ ഒരു ഫോണിന്റെ ഒരു ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ വിട്ട് കുറച്ച് കയ്യിൽ ഒതുക്കി പിടിക്കാവുന്ന തരത്തിലുള്ള ഒരു ഫോണാണ് മോട്ടോറോള ഇറക്കിയിരിക്കുന്ന മോട്ടോറോള എഡ്ജ് 60 ഫ്യൂഷൻ. ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം, മോട്ടോറോള ഇപ്പോൾ ഈ ഒരു 60 സീരീസിലേക്ക് വന്നപ്പോൾ അവർ അവരുടെ ബോക്സിനകത്ത് കേസ് കൊടുക്കുന്നില്ല. ഒരു പക്ഷേ പ്ലാസ്റ്റിക് ഫ്രീ ആക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഈ കേസ് കൊടുക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇതിന്റെ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. ഇതിനകത്ത് സിം ട്രേ വന്നിട്ട് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ 2 സിം കാർഡ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് ഒരു സിം കാർഡും ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഈ സിമ്മിന്റെ സപ്പോർട്ട് ഇല്ല. അതുപോലെ ഫോണിന്റെ ബാക്ക് സൈഡ് ഒക്കെ നല്ല ഒരു സ്റ്റേഡി ഫിനിഷ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ബട്ടണും ഒക്കെ നല്ല ഫിക്സ്ഡ് ആണ്. ചില ഫോണുകളിലെങ്കിലും ഒന്ന് ഇളകിയിരിക്കുന്ന ഒരു ഫീൽ ബട്ടണുകൾ തോന്നും. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഈ ഒരു ഫോണിന് ഇല്ല. ഡിസൈൻ വൈസ് അടിപൊളി. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ ക്വാഡ് കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ വ്യൂയിങ് ഒക്കെ അതിമനോഹരമാണ്. ഒരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബെസലൊന്നും ഇല്ലാതെ ഒരു ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് സമ്മാനിക്കുന്നുണ്ട്. ഈ ഒരു സെന്റർ പഞ്ച് ഹോൾ ക്യാമറയുടെ സൈസ് ഒക്കെ വളരെ ചെറുതാണ്. അതൊന്നും നമ്മുടെ കാഴ്ച അനുഭവത്തെ കുറയ്ക്കുന്നില്ല. ഫോണിന്റെ ഡിസ്പ്ലേ കർവ്ഡ് ആയിട്ടും നമ്മൾ ഇങ്ങനെ വിരലുകൾ ഈ 2 കർവ് ഏരിയയിലേക്കും ചേർത്ത് കയറ്റി ഇങ്ങനെ പിടിച്ചിരുന്നാലും ഫോണിന്റെ ഡിസ്പ്ലേക്ക് ടച്ചിൽ യാതൊരു പ്രശ്നവുമില്ല. വർക്ക് ചെയ്യുന്നതിനൊന്നും യാതൊരു വിഷയമില്ല. കണ്ടില്ല, ഈ ഒരു ഭാഗവും ഞാൻ ഫോണിലേക്ക് ആ ഡിസ്പ്ലേയിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. ഈ സൈഡും അതുപോലെ കയറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ടും പ്രോപ്പറായിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. ഈവൻ നമുക്ക് ഔട്ട്ഡോർ വിസിബിലിറ്റിയിൽ പോലും 1500 നിറ്റ്സ് അതിന്റെ ഒരു ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ ലഭിക്കുന്നത്. അതുപോലെ പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് 4500 നിറ്റ്സും ഉണ്ട്. അപ്പോൾ സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്ന സമയത്തൊക്കെ ഈ പറയുന്ന 1500 നിറ്റ്സ് കിട്ടും. നല്ല വിസിബിലിറ്റി ആ സമയങ്ങൾ പോലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട്. ഫോണിന്റെ ഡിസ്പ്ലേ ബൈ ഡിഫോൾട്ട് നമുക്ക് വിവിഡ് കളറാണ് ഇതിനകത്ത് കാണിക്കുന്നത്. എന്നാൽ നമുക്ക് നാച്ചുറൽ കളറിലേക്ക് ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് മാറാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഒരു നാച്ചുറൽ കളറുകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ബൈ ഡിഫോൾട്ട് ഇതിന്റെ ഡിസ്പ്ലേ ഒരു അല്പം സാച്ചുറേറ്റഡ് ആണ്. ആ ഒരു വിവിഡ് കളർ ഫീച്ചർ കിടക്കുന്നത് കൊണ്ട് തന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് ഉണ്ട്. അതുപോലെ യൂട്യൂബിൽ HDR കണ്ടന്റുകൾ കാണാൻ സാധിക്കും. പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ HDR സപ്പോർട്ട് നൽകിയിട്ടില്ല. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. പേരിന് വേണ്ടിയിട്ടുള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അല്ല, ഫുൾ ടൈം നമുക്ക് ഈ പറഞ്ഞ പോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട്. 6.7 ഇഞ്ചിന്റെ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ, അതും 10 ബിറ്റ് ഡിസ്പ്ലേ ആണ്. HDR10ന്റെ സപ്പോർട്ട് ഉണ്ട്. മാത്രമല്ല കോണിംഗ് ഗോറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ ഈ ഒരു ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും അങ്ങനെ താഴെ വീണാലൊന്നും പെട്ടെന്നൊന്നും ഈ ഒരു സ്മാർട്ട് ഫോൺ പൊട്ടില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അത് മോട്ടോറോളയുടെ പല ഫോണുകളിലും ഉണ്ട്. ഫോണ്ട് സൈസ് ബൈ ഡിഫോൾട്ട് വളരെ ചെറുതായിരിക്കും. പ്രായമുള്ളവർക്കൊക്കെ ഒരു പക്ഷേ ഈ ഒരു ഫോൺ സൈസ് വായിക്കാൻ അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്ക് സെറ്റിംഗ്സിൽ കയറി ഫോൺ സൈസ് കൂട്ടാൻ സാധിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സംവിധാനം വന്നിട്ട് ഇൻ ഡിസ്പ്ലേയിലാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ അതിന്റെ പൊസിഷൻ ഓക്കെ, പല ഫോണുകളിൽ ഈ പ്രൈസ് റേഞ്ചിൽ താഴെയാണ് വരുന്നതെങ്കിലും ഇതങ്ങ് ഒരുപാട് താഴെയാണ് ആ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റിന്റെ പൊസിഷൻ നൽകിയിരിക്കുന്നത്. ഈ കാണുന്ന ഫോട്ടോകളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്താണ്. മനോഹരമായിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. അത് സെൽഫിയിലായാലും ബാക്ക് ക്യാമറയിലായാലും എല്ലാം നല്ല ക്വാളിറ്റി ഫോട്ടോസ് തന്നെ ലഭിക്കുന്നുണ്ട്. ഈവൻ പോർട്രേറ്റ് മോഡിലായാലും എല്ലാ ഫോട്ടോകളും നമുക്ക് എന്താ പറയുന്നത്, വളരെ നല്ല ഫോട്ടോകളും വീഡിയോകളും തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ഒരു വലിയ കുറ്റമൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയിൽ പറയാനില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഇതിനകത്ത് എല്ലാ ക്യാമറകളിലും 4K റെസൊല്യൂഷൻ 30 FPS കിട്ടുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ബാക്കിലെ വൈഡ് ആംഗിളിൽ കിട്ടും,
മെയിൻ ക്യാമറയിൽ കിട്ടും, സെൽഫി ക്യാമറയിൽ കിട്ടും, ആ വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്രോ വീഡിയോകൾ വരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാം. അപ്പോഴും നമുക്ക് 4K റെസൊല്യൂഷൻ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അത് ഈ പ്രൈസ് പോയിന്റിലെ പല ഫോണുകളും നമുക്ക് തരുന്നില്ല. ഈവൻ നത്തിങ്ങിൻ്റെ 3 എന്ന് പറയുന്ന ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന ഫോണിൽ പോലും ഫ്രണ്ട് ക്യാമറയിൽ ഫുൾ HD റെസൊല്യൂഷനേ ഉള്ളൂ. പക്ഷേ ഇവിടെ എല്ലാ ക്യാമറകളിലും ഈ പറഞ്ഞ 4K റെസൊല്യൂഷൻ നൽകുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയെ പറ്റി കൂടുതലായിട്ട് പറഞ്ഞാൽ ബാക്കിൽ ആക്ച്വലി 2 ക്യാമറയുള്ളൂ. 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൻസറും 13 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയുമാണ് നൽകിയിരിക്കുന്നത്. ടെലിഫോട്ടോ സെൻസർ ഇല്ല. ഈ പ്രൈസ് പോയിന്റിൽ നത്തിങ് 3A ടെലിഫോട്ടോ സെൻസർ നൽകുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോകൾ എടുക്കണമെങ്കിൽ ഈ ഒരു ഫോൺ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഡിജിറ്റലി നമുക്ക് 2x സൂം ചെയ്തുകൊണ്ടുള്ള ഫോട്ടോകൾ എടുക്കാം. ഒരു നല്ല ക്വാളിറ്റി എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ 3 ക്യാമറകൾ ഉണ്ടെന്ന് തോന്നുന്നു. ആക്ച്വലി 2 ക്യാമറയാണ്. ഒരെണ്ണം എന്ന് പറയുന്നത് ഒരു ലൈറ്റ് സെൻസറാണ്, ആംബിയൻ ലൈറ്റ് സെൻസറാണ്. അപ്പോൾ ഓരോ സീനുകളും ലൈറ്റിന്റെ ആ ഒരു എത്രത്തോളം ലൈറ്റ് ഉണ്ട് എന്ന് ആ സെൻസർ സെൻസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഫോട്ടോ പ്രോസസ് ചെയ്ത് നൽകുന്നത്. നേരത്തെയൊക്കെ മോട്ടോറോള ഫോണുകൾക്ക് പറഞ്ഞിരുന്ന ഒരു കുറവുണ്ട്, ക്യാമറ പോരാ എന്ന് പറയുമായിരുന്നു. പക്ഷേ ആ കുറവ് കാര്യമായിട്ട് മോട്ടോറോള ഫോണുകൾ പിന്നീട് വന്നപ്പോൾ അവർ അത് നികത്തി എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ 32 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് ഇതിന്റെ ഒരു പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ യാതൊരുവിധ ഹീറ്റിംഗ് ഇഷ്യൂസും കഴിഞ്ഞ 3-4 ദിവസം ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ എനിക്ക് വന്നിട്ടേ ഇല്ല എന്നുള്ളതൊരു സത്യമാണ്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊന്നും യാതൊരു വിഷയവുമില്ല. പക്ഷേ ഈ ഒരു ഫോൺ നിങ്ങളൊരു ഗെയിമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഫോൺ നോക്കുക പോലും വേണ്ട എന്നാണ് പറയാനുള്ളത്. കാരണം BGMAയിലേക്ക് ഈ ഫോണിനകത്ത് നമുക്ക് 60 FPS കളിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രൈസ് പോയിന്റിൽ തന്നെ 120 FPS BGMA കളിക്കാൻ സാധിക്കുന്ന പല ഫോണുകളും ഇപ്പോൾ ലഭ്യമാണ്. ഉദാഹരണത്തിന് റിയൽമി GT 60, അതുപോലെ പോക്കോ F6, നത്തിങ് പുറത്തിറക്കിയ അവരുടെ CMF ഫോൺ 1, അതുപോലെ നത്തിങ്ങിന്റെ CMF ഫോൺ 2 Pro തുടങ്ങിയ ഫോണുകളിലൊക്കെ നമുക്ക് BGMA 120 FPS കളിക്കാൻ സാധിക്കും. പക്ഷേ ഈ പ്രൈസ് പോയിന്റിൽ ഈ ഫോണിനകത്ത് ഈ പറഞ്ഞ പോലെ 60 FPS BGMA കളിക്കാൻ സാധിക്കും. അപ്പോൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് വേറെ ഫോൺ ഉണ്ട് ഈ പ്രൈസ് പോയിന്റിൽ. അത് ഗെയിമിങ്ങിനുള്ള ഒരു ഫോണേ അല്ല, ഇതൊരു ഓവറോൾ എക്സ്പീരിയൻസിന് വേണ്ടി വാങ്ങാവുന്ന ഒരു ഫോണാണ്. ആ കാര്യത്തിൽ ഈ ഒരു ഫോൺ സാറ്റിസ്ഫൈഡുമാണ് എന്ന് വേണം പറയാൻ. നമ്മൾ ഈ ഒരു ഫോണിന്റെ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ഇവിടെ ചെയ്ത് നോക്കി. 90% ആണ് ഇതിന്റെ ഒരു സ്കോറിംഗ്. അങ്ങനെ CPU ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നും ഈ ഒരു സ്മാർട്ട് ഫോൺ ഇല്ല. അതുപോലെ ഇതിനകത്ത് റാം എന്ന് പറയുന്ന LPDDR4X-ഉം സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് UFS 2.2 ആണ്. ഈ പ്രൈസ് പോയിന്റിൽ UFS 3.1 ഒക്കെ ലഭിക്കുന്ന വേറെ ഫോണുകൾ ഉണ്ട് എന്നുള്ളതും ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ AnTuTu സ്കോർ ഇവിടെ ടെസ്റ്റ് ചെയ്തു. ഏകദേശം 5,15,547 എന്ന സ്കോറാണ് നമുക്ക് ലഭിച്ചത്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് സെഗ്മെന്റിൽ അത് അത്ര വലിയൊരു AnTuTu സ്കോർ അല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. അതായത് ഈ പ്രൈസ് പോയിന്റിൽ ഇതിലും മികച്ച പെർഫോമൻസ് ഉള്ള വേറെ സ്മാർട്ട് ഫോൺ ഉണ്ട് എന്ന് ചുരുക്കം. എന്തായാലും ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊന്നും യാതൊരുവിധ ഇഷ്യൂസും വരുത്തുന്നില്ല ഈ ഒരു സ്മാർട്ട് ഫോൺ. ഈ ഒരു ഫോണിന്റെ പ്രോസസർ എന്ന് പറയുന്നത് മീഡിയടെക്കിന്റെ Dimensity 7400 എന്ന് പറയുന്ന ഒരു പ്രോസറാണ്. ആ പ്രോസറുമായിട്ട് വന്ന ആദ്യ ഫോണാണ് ഇതെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും അത് ഈ പറഞ്ഞ പോലെ ഒരു നോർമൽ ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് നിരവധി AI ഫീച്ചറുകളുണ്ട്. മോട്ടോ AI എന്ന പേരിൽ തന്നെ കൊടുത്തിരിക്കുന്ന AI ഫീച്ചറുകൾ. അവ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പവർ ബട്ടൺ ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു മോട്ടോയുടെ AI ഫീച്ചറുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അതിനകത്ത് അപ്ഡേറ്റ് മീ, റിമെമ്പർ ദിസ്, ടേക്ക് നോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി ഓപ്ഷനുകളാണ് ഇത്തരത്തിൽ AIയുടെ ഭാഗമായിട്ട് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അപ്ഡേറ്റ് മീ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ദിവസം മൊത്തത്തിൽ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനുകളെല്ലാം സമ്മറൈസ് ചെയ്ത് ഈ ഒരു സ്മാർട്ട് ഫോൺ കാണിക്കും. ഇമേജ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഇമേജ് സ്റ്റുഡിയോയിൽ ചെന്നതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള AI ബേസ്ഡ് ആയിട്ടുള്ള ഫോട്ടോകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ എൻ്റെ ഈ കാണുന്ന ഒരു ഫോട്ടോ അത്തരത്തിൽ ഞാൻ നൽകിക്കൊണ്ട് AIയുടെ ഭാഗമായിട്ട് തയ്യാറാക്കിയെടുത്ത മറ്റ് ചിത്രങ്ങളാണ് ഇത് ഈ കാണുന്നത്. അതുപോലെ റിമെമ്പർ ദിസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന കാര്യത്തെ നമുക്ക് സേവ് ചെയ്ത് വെക്കാനും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് AIയുടെ ഭാഗമായിട്ട് സാധിക്കും. മൾട്ടിമീഡിയയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കറുകളാണ്. മാത്രമല്ല ഇത്തരത്തിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഡോൾബി അറ്റ്മോസിന്റെ ഭാഗമായിട്ട് വോയിസിനെ പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. എന്തായാലും നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയാതെ വയ്യ. പാട്ടൊക്കെ നമുക്ക് ഒരു സ്പീക്കറിന്റെ സഹായം ഇല്ലാതെ ഇതിനകത്ത് തന്നെ കേട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നല്ല വോളിയം ഉണ്ട്, നല്ല സ്റ്റീരിയോ സെപ്പറേഷൻ ഉണ്ട്, നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഹൈ വോളിയത്തിൽ വെച്ചാൽ ഒരു ചെറിയ വൈബ്രേഷൻ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിക്കും. കൈ ഇവിടെ പിടിച്ച് കഴിഞ്ഞാൽ ഹൈ വോളിയത്തിൽ ഇരിക്കുമ്പോൾ ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. അടുത്തിടെ നമ്മൾ റിവ്യൂ ചെയ്ത ഇൻഫിനിക്സിൻ്റെ നോട്ട് 50S എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനകത്ത് ഇതിൽ നിന്നും കൂടുതൽ വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അത്രയും വൈബ്രേഷൻ ഇല്ലെങ്കിലും കുറച്ച് വൈബ്രേഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ അറിയാൻ സാധിക്കും. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു വളരെ തിന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. അപ്പോൾ ഇത്രയും തിന്നായതുകൊണ്ടായിരിക്കണം ആ ഒരു സ്പീക്കറിൽ നിന്നുള്ള ഒരു വൈബ്രേഷൻ നമ്മൾ അറിയുന്നത്. മറ്റ് ഫീച്ചറുകളെ പറ്റി പറഞ്ഞാൽ ഇതിനകത്ത് കോൾ റെക്കോർഡിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അൺനോൺ നമ്പേഴ്സ് മാത്രം റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനെ നൽകിയിട്ടുള്ളൂ. ഗൂഗിൾ ഡയലർ ആയതുകൊണ്ട് തന്നെ അതും അങ്ങേ തലക്കൽ വിളിച്ചു പറയുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് രീതിയിൽ നമുക്ക് ആ ഒരു കോൾ റെക്കോർഡിംഗ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ NFC സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടില്ല എന്നുള്ളത് ഓർക്കണം. ഹാപ്റ്റിക് ഫീഡ്ബാക്ക്
മീഡിയമാണ്, ഭയങ്കര സംഭവമൊന്നുമല്ല. അതുപോലെ ഇനി ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5500 mAh ബാറ്ററിയാണ്, 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്, 68 വാട്ടിന്റെ ചാർജർ ഫോണിന്റെ ബോക്സിൽ തന്നെ ഉണ്ട്. ഇതിന്റെ ഒരു ബാറ്ററി ലൈഫിനെ പറ്റി പറഞ്ഞാൽ സാധാരണ ഫോണുകളിൽ നമുക്ക് എത്ര സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നു എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിന്റെ ബാറ്ററിയുടെ യൂസേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലൊരു സ്ക്രീൻ ഓൺ ടൈം നമ്മെ കാണിച്ചു തരുന്നില്ല. എന്ത് തന്നെയായാലും എൻ്റെ ഒരു പേഴ്സണൽ യൂസിന് എങ്ങനെ പോയാലും ഒരു 1.5 ദിവസത്തെ ബാറ്ററി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ, വളരെ ഒരു മോഡറേറ്റ് യൂസ് ആയിരുന്നു എൻ്റേത്, അപ്പോൾ ആ ഒരു യൂസിൽ ഒരു 1.5 ദിവസത്തെ ബാറ്ററി ലൈഫ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന് വയർലെസ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അതെന്നെ ഞെട്ടിച്ചു. കാരണം ഇതേ പ്രൈസ് പോയിന്റിൽ, സെയിം പ്രൈസിൽ മോട്ടോറോളയുടെ തന്നെ മോട്ടോ എഡ്ജ് 60 സ്റ്റൈലസ് എന്ന് പറഞ്ഞ കഴിഞ്ഞ നമ്മൾ റിവ്യൂ ചെയ്ത സ്മാർട്ട് ഫോണിനകത്ത് അവർ വയർലെസ് ചാർജിങ്, അതും 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് കൊടുത്തിരുന്നു. പക്ഷേ ഈ ഒരു ഫോണിനകത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് അതുകൊണ്ട് തന്നെ വയർലെസ് ചാർജിങ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇതിനകത്ത് വയർലെസ് ചാർജിങ് നൽകിയിട്ടില്ല. ഇതേ പ്രൈസ് റേഞ്ചിൽ മോട്ടോറോളയുടെ മറ്റൊരു ഫോണിൽ കൊടുത്തത് എന്തുകൊണ്ടോ ഇതിൽ കൊടുക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ IP68 and 69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്ടർ റെസിസ്റ്റൻസിൻ്റെയും ഡസ്റ്റ് റെസിസ്റ്റൻസിൻ്റെയും ഏറ്റവും ടോപ്പ് സർട്ടിഫിക്കേഷൻ തന്നെ കൊടുത്തിരിക്കുന്നു എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. അപ്പോൾ ഫീച്ചർ വൈസ് നോക്കി കഴിഞ്ഞാൽ ഈ സിം മാത്രമേ ഉള്ളൂ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ഇതിനകത്ത് ഇല്ലാത്തത്. അതുപോലെ NFC ഇല്ല. ബാക്കി എല്ലാ ഒരുവിധമുള്ള ഫീച്ചറുകൾ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ മോട്ടോറോള ഫോണുകളെ നമ്മൾ നേരത്തെ മോട്ടോറോളയുടെ എഡ്ജ് 60 സ്റ്റൈലസ് എന്ന് പറയുന്ന ഫോണിൽ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ സോഫ്റ്റ്വെയർ ഭയങ്കരമായിട്ട് നമ്മൾ വാഴ്ത്തുമായിരുന്നു. വളരെ ക്ലീൻ സോഫ്റ്റ്വെയർ ആണ് എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ഈ ഒരു 60 സീരീസിലേക്ക് വന്നപ്പോൾ കുറച്ച് ബ്ലോട്ട് വെയർസുകൾ ഇവർ ഫോണിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. എക്സാക്ട്ലി ഞാനത് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം 7 ബ്ലോട്ട് വെയർ ആപ്പുകൾ ഇതിനകത്തുണ്ട്. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഓക്കെ ഒരു പ്രീമിയം ആപ്പ് എന്ന് പറയാം. പിന്നീട് ഈ പറഞ്ഞ ബബിൾ പൊട്ടിക്കുന്ന തരത്തിലുള്ള കുറേ ഗെയിമുകൾ, അതുപോലെ അഡോബ് സ്കാൻ, ലിങ്ക്ഡിൻ, കോൾ ആപ്പ് തുടങ്ങിയ ബ്ലോട്ട് വെയർസുകൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്തുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇതുപോലെ നമുക്ക് അതുകൊണ്ട് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ എന്തായാലും ഇത്രയും ആ ഒരു 7 ബ്ലോട്ട് വെയറുകൾ ഇതിനകത്ത് നൽകുന്നു എന്നുള്ളത് മോശമാണ്. നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ റിയൽമിയുടെ ഫോണുകളിലൊക്കെ ഒരുപാട് ബ്ലോട്ട് വെയർസുകൾ വരുമായിരുന്നു, അത് കുറ്റം പറയുമായിരുന്നു. പക്ഷേ മോട്ടോറോള ഈ പറഞ്ഞ പോലെ ബ്ലോട്ട് വെയർസുകൾ അങ്ങനെ ഇല്ലാതെ ഇറക്കുന്ന ഒരു ബ്രാൻഡായിരുന്നു. ഇപ്പോൾ എന്തോ കഴിഞ്ഞ 60 സീരീസിലെ മിക്ക ഫോണുകളിലും ഇവരുടെ ഇതിൽ നിന്ന് വില കൂടിയ മോട്ടോറോള എഡ്ജ് 60 പ്രോയിൽ പോലും ഇത്രയും ബ്ലോട്ട് വെയർസുകൾ കാണാനുമുണ്ട്. അപ്പോൾ അത് അത്ര ഒരു നല്ല കാര്യമല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ബ്ലോട്ട് വെയർസുകൾ കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിലെ വെതർ ആപ്ലിക്കേഷൻ നമ്മൾ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിരവധി ആഡ്സ് ആണ് ഈ ഒരു ഫോണിനകത്ത് ഇപ്പോൾ കാണിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഇതിന്റെ ഒരു വെതർ ആപ്ലിക്കേഷൻ എടുത്തതേ ഉള്ളൂ. മാത്രമല്ല താഴോട്ടും ഒക്കെ ഇത്തരത്തിൽ ആഡുകൾ കാണാം. കുറച്ചുകൂടി താഴേക്ക് സ്വൈപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് ആഡിന്റെ ഒരു ബഹളം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വെതർ ആപ്പിന്റെ ഏറ്റവും താഴെയായിട്ട് മൊത്തത്തിൽ ഇത്തരത്തിൽ ന്യൂസ് ഫീഡുകളും സജഷൻസും ഒക്കെ ആയിട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റുകളാണ് ഈ ഒരു ഫോണിനകത്ത് വരുന്നത്. ഇത് സാധാരണ മോട്ടോറോള ഫോണുകൾ അങ്ങനെ അധികം കാണുന്ന ഒന്നല്ല. എന്ത് തന്നെയാലും ഈ ഒരു വെതർ ആപ്പിനകത്ത് ഇതുപോലെ ഒരുപാട് ആഡുകൾ കാണുന്നുണ്ട്. കഴിഞ്ഞ നമ്മൾ മോട്ടോ എഡ്ജ് 60 സ്റ്റൈലസ് എന്ന് പറയുന്ന ഫോണിന്റെ വീഡിയോയിലും ഇതേ കാര്യം കാണിച്ചപ്പോൾ പറഞ്ഞു അത് തേർഡ് പാർട്ടി ഏതോ വെതർ ആപ്പാണ്, മോട്ടോറോളയുടെ ഫോണിലുള്ള ഡിഫോൾട്ട് വെതർ ആപ്പ് അല്ല അതെന്ന് പറഞ്ഞിരുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഫോണിൽ സൂക്ഷിച്ച് നോക്കി. ഇതിനകത്ത് ഈ ഒരൊറ്റ ആപ്പേ വെതറിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളൂ, വേറെ ആപ്പൊന്നുമില്ല. അത് ഇതിന്റെ ഡിഫോൾട്ട് ആപ്പ് ആണെന്ന് മനസ്സിലാക്കാൻ ഇവിടെ ഈ ഒരു ടൈമിന്റെ താഴെ ഇവിടെ വെതർ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നതും ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് കുത്തി നിറച്ച ആപ്ലിക്കേഷൻ തന്നെയാണ്. അതുപോലെ ഈ ഒരു ഫോണിന്റെ ആപ്പ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ന്യൂസ് ഫീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ഈ ന്യൂസ് ഫീഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിരവധി വാർത്തകളുടെ ഒരു ശേഖരം ഇപ്പോൾ മോട്ടോറോളയുടെ ഈ ഒരു ഫോണിനകത്ത് കാണിക്കുന്നുണ്ട്. 3+4 ആണ് ഇതിനകത്ത് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്. അതായത് 3 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, ആൻഡ്രോയിഡ് 15 to ആൻഡ്രോയിഡ് 18 ലഭിക്കും. അതുപോലെ 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും. അടുത്തായിട്ട് ഇതിന്റെ ഒരു ഗുണങ്ങളും ദോഷങ്ങളും പറയുകയാണെങ്കിൽ IP69 റേറ്റിംഗ് കൊടുക്കുന്നു എന്നുള്ളതൊരു ഹൈലൈറ്റ് ആണ്. മികച്ച ഡിസൈൻ ആണ്, നല്ല ഡിസ്പ്ലേ ആണ്, അതുപോലെ മികച്ച ക്യാമറയാണ്, നല്ല ബാറ്ററി കൊടുത്തിട്ടുണ്ട് തുടങ്ങിയവ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഹൈലൈറ്റുകളായിട്ട് അല്ലെങ്കിൽ ഗുണങ്ങളായിട്ട് പറയുമ്പോൾ ഇതിന്റെ ദോഷങ്ങളായിട്ട് പറയേണ്ടത് ഇതിനകത്ത് NFC ഇല്ല. അതുപോലെ തന്നെ UFS 2.2 ആണ് ഇതിന്റെ സ്റ്റോറേജ് ഓപ്ഷൻ. ഫോണിന്റെ ബോക്സിനകത്ത് കേസ് കൊടുത്തിട്ടില്ല. കുറച്ച് ബ്ലോട്ട് വെയർസുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസ് മീഡിയം മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. വേണമെങ്കിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ടെലിഫോട്ടോ സെൻസർ ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാവുന്ന ഒരു കുറവാണ്. ഇനി ഈ ഒരു ഫോണിന്റെ മറ്റ് കോമ്പറ്റീറ്റേഴ്സ് കൂടി പറയാതെ ഈ ഒരു വീഡിയോ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കത്തില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നത്തിങ് 3A ഇതിന്റെ ഒരു പ്രമുഖ എതിരാളിയാണ്. അതുപോലെ തന്നെ റിയൽമി GT60, പോക്കോ F7 ഇതൊക്കെ ഇതിന്റെ ഒരു എതിരാളികളായി വരുന്ന ഫോണുകളാണ്. പ്രൈസ് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും. 8GB 256GB എന്ന വേരിയന്റിന്റെ വില എന്ന് പറയുന്നത് 22,999 രൂപയാണ്. അപ്പോൾ ആ പ്രൈസ് പോയിന്റിൽ നല്ലൊരു സ്മാർട്ട് ഫോണാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് സത്യം. നേരത്തെ ഇവർ തന്നെ പുറത്തിറക്കിയ മോട്ടോറോളയുടെ എഡ്ജ് 60 സ്റ്റൈലസ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഞാൻ ആദ്യം അതാണ് വാങ്ങിയത്. അതിനും സെയിം പ്രൈസ് ആണ്. പക്ഷേ അതിൽ നിന്നും ബെറ്റർ ഇതാണ്. അതിന്റെ സ്റ്റൈലസ് നമ്മൾ ആ വീഡിയോ ചെയ്താണ്. ഒരു യൂസും വരുന്നില്ല. കൈ ഇങ്ങനെ സ്ക്രീനിൽ വെച്ച് എഴുതുമ്പോൾ അത് കൃത്യമായിട്ട് തെളിയുന്നില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ആ ഒരു ഫോണിനകത്തുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞതിന് പലരും നമ്മളെ മോശമായിട്ട് പറഞ്ഞു. ഇത്തവണ മോട്ടോറോളയിൽ നിന്ന് പൈസ കിട്ടാത്തതുകൊണ്ടാണ് നെഗറ്റീവ് പറയുന്നത്. നല്ലത് പറഞ്ഞാൽ പറയും പിന്നെ ബ്രാൻഡ് എത്ര തന്നെന്ന് ചോദിക്കും. മോശം പറഞ്ഞാൽ പറയും ഇത്തവണ ഒന്നും കിട്ടിയില്ല എന്ന് ചോദിക്കും. അപ്പോൾ ഇതും ഞാൻ വാങ്ങിയ ഒരു ഫോണാണ്, അതും ഞാൻ വാങ്ങിയ ഒരു ഫോണാണ്. അത് സത്യം മനസ്സിലാക്കണം. ഇത് പക്ഷേ ഞാൻ നല്ലത്
നല്ലതെന്ന് പറഞ്ഞു. മോട്ടോറോള ഒന്നും തന്നിട്ടല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അത് കൊള്ളാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനകത്ത് ആ സ്റ്റൈലസ് അത്ര യൂസ്ഫുൾ അല്ലാത്തതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എന്തായാലും ഈ ഒരു ഫോൺ ഈ പ്രൈസ് പോയിന്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം.